LDF സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതിന് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ താൻ വിയോജിപ്പ് അറിയിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ തള്ളി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. യോഗം തീരുന്നതിന് മുൻപ് താൻ ഇറങ്ങിപ്പോന്നു. എതിർപ്പില്ലെന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് തിരുത്താൻ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ജോണി വോക്കറിന് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഡിസെൻറ്റ് ചെയ്തു. ആദ്യത്തെ എന്തുകൊണ്ട് ഡിസെൻറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം. ആ ഡിസെൻറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് ആർക്കും ഡിസെൻറ്റ് ഇല്ല എന്നൊരു മട്ടിൽ അന്ന് ഇതെഴുതി. പിന്നീടാണ് മിനിറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സമയവും ലാപ്സാക്കാതെ ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു. ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അന്നും ഇന്നും എന്നും നമുക്കൊരേ നിലപാട് തന്നെയായിരിക്കും. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ അന്നും ഇന്നും എതിർക്കുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ടോബി, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ നിർദ്ദേശങ്ങൾ വന്നപ്പോൾ താൻ എതിർത്തില്ല എന്ന റിപ്പോർട്ടുകൾക്കുള്ള ഒരു ന്യായീകരണമായിട്ടുണ്ടോ? അദ്ദേഹത്തിന് കൃത്യമായ കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അതോ അദ്ദേഹത്തിന്റെ നിലപാടിൽ സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് അന്നും ഇന്നുമുള്ളത് ഒരേ നിലപാടാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ സബ്ജക്ട് കമ്മിറ്റിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം സജീവമായിരിക്കുകയാണ്. കാരണം അന്നൊരു എതിർപ്പ് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് LDFന്റെ ഭാഗത്ത് നിന്നും ഉയരുന്നത്. അതായത് 2022 നവംബർ 9-നാണ് ഈ സബ്ജക്ട് കമ്മിറ്റി ചേരുന്നത്. ആ സബ്ജക്ട് കമ്മിറ്റിയിൽ പങ്കെടുത്ത 2 കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ K ബാബുവുമാണ്. ഇവർ അന്ന് തന്നെ എതിർപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ചർച്ച പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടം വിട്ട് ഇറങ്ങിയിരുന്നു. അതായത് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ആവശ്യത്തിന് പോകേണ്ടതുകൊണ്ട് ആ യോഗത്തിൽ നിന്നും ഇറങ്ങുകയാണ് ചെയ്തത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. പിന്നീട് ഈ കമ്മിറ്റിയുടെ മിനിറ്റ്സ് വന്നപ്പോഴാണ് അതിൽ എതിർപ്പ് രേഖപ്പെടുത്താതെ ഈ മിനിറ്റ്സ് എല്ലാവരും പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഈ മിനിറ്റ്സ് വന്നത് എന്നാണ് പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഈ സബ്ജക്ട് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള KN ബാലഗോപാലിന് ഇത് സംബന്ധിച്ച ഒരു കത്ത് തങ്ങൾക്ക് വിയോജനമുണ്ട്, എതിർപ്പുണ്ട് എന്ന് കാട്ടിക്കൊണ്ടൊരു വിയോജനക്കുറിപ്പ് കൃത്യമായി നൽകിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. എന്തായാലും അതൊരു വേലയാണ്. അതായത് മനഃപൂർവ്വം UDFും ഇതിനെ പിന്തുണച്ചു എന്ന് പറയുന്നതിന് വേണ്ടി ചെയ്ത ഒരു വേലയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും K ബാബു എന്ന യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാടും സമാനമായ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF ഇതിന് ഒരു സമയത്തും പക്ഷേ ടോബി, ഇതിൽ നിയമസഭാ രേഖകൾ സൂചിപ്പിക്കുന്നത് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകിയത്, അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം നൽകിയപ്പോൾ UDFന്റെ ഒരു വിയോജനക്കുറിപ്പും അതിനകത്തുണ്ടായിരുന്നില്ല. അതിലെ 2 അംഗങ്ങളായിരുന്നു നേരത്തെ ടോബി സൂചിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ബാബുവും. അവർ ചില സംശയങ്ങൾ ഉന്നയിച്ചു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിയോജനക്കുറിപ്പും അറിയിച്ചിട്ടില്ല എന്നാണല്ലോ രേഖകൾ വ്യക്തമാകുന്നത്. അതിനിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ വിശദീകരണം ഒരു ന്യായീകരണമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു യോഗം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. ഒരു സബ്ജക്ട് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തുന്നു, അതിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതിൽ മുഴുവൻ സമയവും പങ്കെടുത്ത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി കൂടിയാണ് അന്നത്തെ പ്രതിപക്ഷത്തെ കൂടി ആ കമ്മിറ്റിയിൽ അംഗങ്ങളെ 3 അംഗങ്ങളാണുള്ളത്. അതിൽ 2 പേരും അന്ന് പങ്കെടുത്തു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്കത് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ആ കമ്മിറ്റിയിൽ നിന്ന് പോകാൻ. പക്ഷേ എന്തുകൊണ്ട് അവർക്കതിന് സാധിച്ചില്ല എന്നുള്ള ചോദ്യമാണ്. തിരുവഞ്ചൂർ പറയുന്നത് തൻ്റെ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പരിഗണനയ്ക്ക് വന്നത്. അതിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് മാത്രമാണ് ഈ മിനിറ്റ്സിലുള്ളത്. അല്ല, ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുമ്പോഴും അദ്ദേഹം സംശയനിഴലിലാകുന്നതിന് ടോബി ഒരു കാരണം IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ വേണ്ടി ചട്ടഭേദഗതി നടത്താൻ ഭേദഗതി ചെയ്യാനുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ ഇവർ എതിർത്തിട്ടുമുണ്ട്.
തീർച്ചയായിട്ടും GK, അങ്ങനെ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെല്ലാം തന്നെ ഈ 3 കാര്യങ്ങളിലും പ്രധാനമായിട്ടും ഒരു തീരുമാനമെടുക്കണം. പക്ഷേ തിരുവഞ്ചൂർ പറയുന്നത് ആ ചർച്ച തീരുന്നതിന് മുമ്പ് തനിക്ക് അവിടെ വിട്ട്, അത് ഓൺലൈനാണ് പങ്കെടുത്തത് എന്ന് പറയുന്നു, ആ ഓൺലൈൻ മീറ്റിംഗിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തൻ്റെ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മിനിറ്റ്സിൽ അത് കൃത്യമായി വരാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. തിരുവഞ്ചൂർ പറയുന്നത് പ്രകാരമാണെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല, അതിന് പകരമായിട്ടാണ് KN ബാലഗോപാലിന് പിന്നീട് മറ്റൊരു കത്ത് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് ഇപ്പോൾ LDF പറയുന്നത് അങ്ങനെയല്ല. അന്ന് ഈ സബ്ജക്ട് കമ്മിറ്റിയിൽ പങ്കെടുത്തവർ യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും പറഞ്ഞില്ല, ചില സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല അത് LDF പറയുന്നത് മാത്രമല്ല അതൊരു നിയമസഭാ രേഖയായിട്ടുണ്ടല്ലോ. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.